ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ബുക്ക് റിവ്യൂ ആണെന്ന്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മദർ മേരി കംസ് ടു മീ അരുന്ധതി റോയിയുടെ ബുക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കേട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് സ്നേഹലതമാവിൽ നിന്ന് കേൾക്കാം. ആദ്യത്തെ പാർട്ടിൽ നമുക്ക് വളരെ പ്രത്യേകതയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ ബുക്ക് വാങ്ങി വായിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം ഉടലെടുക്കുന്ന രീതിയിൽ സ്നേഹലതമാവ് പ്രസൻറ്റ് ചെയ്തു. അതിൻ്റെ കുറച്ച് വിഷയങ്ങളും കൂടെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സ്നേഹതമാവിനെയും. സ്നേഹതമാം, യു ആർ വെൽക്കം. ഇങ്ങനെ ഒരു ബുക്ക് റിവ്യൂ അവതരിപ്പിക്കാൻ അവസരം തന്നതിന് സാബു സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നമ്മള് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് അരുന്ധതി റോയ് 2 മക്കളുമായിട്ട് ഊട്ടിയിലേക്ക് വന്നതും ഹസ്ബൻഡിനെ പിരിഞ്ഞ് പോന്നു. അവിടെ വെച്ച് ഊട്ടിയിലെ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മയും സഹോദരനും അവിടെ എത്തിയതും ഇവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചതും അതിനെയൊക്കെയായിരുന്നു മദർ മേരി റോയ് നേരിട്ടതും. പിന്നീട് ഊട്ടിയിലെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ വീണ്ടും അയ്മനത്തെത്തി. അയ്മനത്ത് പിന്നെ സ്കൂള് തുടങ്ങിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. പിന്നെ അതിന്റെ ബാക്കിയായിട്ട് അരുന്ധതി റോയ് ആർക്കിടെക്ചർ പഠിക്കാൻ പോയ കാര്യവും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠനം പൂർത്തിയാക്കുന്നതിന് 2 വർഷം ബാക്കിയിരിക്കെ അരുന്ധതി റോയിക്ക് അമ്മയോട് എന്തോ കയർത്ത് സംസാരിച്ചിനി അമ്മയുടെ പൈസയൊന്നും വേണ്ട, ഒരു സഹായവും വേണ്ട എന്നൊക്കെ സംസാരിക്കുകയും പിന്നീട് സ്വന്തം വരുമാനത്തിൽ തന്നെ പഠിക്കുക. അതിനെല്ലാം സഹായിച്ചത് JC എന്ന പേരിൽ പറഞ്ഞിരിക്കുന്ന, ചുരുക്കപ്പേര് പറഞ്ഞിരിക്കുന്ന ഒരു സുഹൃത്താണ്. ലാറി ബേക്കറുടെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടിയതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോ ജീസസിനെ പോലെ ഇഷ്ടപ്പെട്ടു തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് പഠിക്കുമ്പോഴും അതുപോലെ അദ്ദേഹം സീനിയർ ആയിരുന്നു. JCയുടെ പഠനം പൂർത്തിയാക്കിയിട്ടും JC അവിടെ അരുന്ധതി റോയുടെ പഠനം പൂർത്തിയാക്കാനായി ഡൽഹിയിൽ തന്നെ തുടരുകയും അരുന്ധതിയെ ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ കടപ്പാട് ഒരിക്കലും വീട്ടാൻ കഴിയില്ല എന്ന് അരുന്ധതി റോയ് പറഞ്ഞിട്ടുണ്ട്. ഇവര് പഠനം പൂർത്തിയായി കഴിഞ്ഞിട്ട് ഗോവയിൽ അങ്ങ് താമസമാക്കി. ഹിപ്പികളുടെയൊക്കെ ആ കാലഘട്ടമായിരുന്നു അത്. അപ്പൊ ഗോവയില് ഈ JCയുടെ സ്ഥലമാണ്. JCയുടെ അമ്മയും ഒക്കെ ഉണ്ട് അവിടെ. അവര് കുറച്ചു നാളൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷെ അരുന്ധതി റോയ്ക്ക് എന്തോ അതിലും ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇവര് തമ്മില് വളരെ വേദനയോടെയാണ് രണ്ടുപേരും പിരിയുന്നത്. രണ്ടുപേർക്കും പിരിയുന്നത് വേദനാജനകമായിരുന്നെങ്കിലും അത് അങ്ങനെ പിരിയേണ്ടി വന്നു. അരുന്ധതി റോയ് വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയില് ഓരോ കമ്പനിയിലൊക്കെ ചെറിയ വരുമാനത്തിലുള്ള ജോലിയൊക്കെ ചെയ്യാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ബോസ്, അരുന്ധതിയുടെ ബോസിന്റെ ഹസ്ബൻഡ് ഒരു സംവിധായകനാണ്. അദ്ദേഹം ഒരു ചിത്രം എടുക്കുന്നു, അതില് അഭിനയിക്കാവെന്ന് ചോദിച്ചു. അപ്പൊ അരുന്ധതി തയ്യാറായില്ല. കാരണം എനിക്ക് ചിത്രത്തിൽ അഭിനയിക്കാനുള്ള കളറോ സൗന്ദര്യമോ ഒന്നും ഇല്ലെന്നാണ് അരുന്ധതി പറഞ്ഞത്. അപ്പൊ കൂട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ചു. അങ്ങനെയല്ല, അത് ഒരു അവസരമാണ്, അത് ട്രൈ ചെയ്താലല്ലേ അറിയാനൊക്കൂ എന്ന് പറഞ്ഞ് അവര് അതിന് നിർബന്ധിച്ചു. അരുന്ധതി ആ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി പ്രദീപുമായിട്ട്. അപ്പൊ അരുന്ധതിയുടെ ആ കഴിവുകൾ അതിൽ കൂടെയാണ് പുറത്തു വരുന്നത്. അതിന് ഉള്ള സ്ക്രീൻ പ്ലേയും അങ്ങനെ ഓരോന്നൊക്കെ എഴുതുകയും ഇവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ വർക്ക് ചെയ്ത് പക്ഷെ ആ സിനിമ പൂർത്തിയാക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടു. ആ സമയത്ത് ഷൂട്ടിങ് മുടങ്ങുകയും എന്തോ ഒരു രഥയാത്ര അങ്ങനത്തെ ഓരോന്നൊക്കെ വന്ന് ഇത് ചിത്രം പുറത്തു വരാതെ ഇരിക്കുകയാണ്. മാസി സാഹബ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. അരുന്ധതിയുടെ സഹോദരനെയൊക്കെ കണ്ടിട്ട് 6 വർഷമായി. അപ്പൊ ഈ ചിത്രത്തിന്റെ പേജില് ഇന്ത്യ ടുഡേയില് അരുന്ധതിയുടെ ചിത്രം കണ്ടിട്ട് സഹോദരൻ അരുന്ധതിയെ വിളിക്കുന്നു. അങ്ങനെ അവർ 6 വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യുന്നു. അപ്പൊ അവര് തീരുമാനിക്കുന്ന അച്ഛനെ കാണാൻ പോകണം. 3 വയസ്സിൽ കാണാതായ
ഒരു തമ്മിൽ പിരിഞ്ഞതാണ്. എന്നിട്ട് ഒരു രണ്ടും കൂടെ അച്ഛനെ മീറ്റ് ചെയ്യുന്നു. അപ്പൊ അച്ഛനെ കണ്ടപ്പോ അരുന്ധതി അടുക്കുകയാണ് അച്ഛനോട്. അച്ഛനെ മിക്കി എന്ന് സംബോധന ചെയ്യാനാണ് തോന്നിയത്. അച്ഛനാണെങ്കിൽ അരുന്ധതിയെ വിളിക്കുന്നത്, അച്ഛൻ ബംഗാളിയാണല്ലോ, അതുകൊണ്ട് അരുന്ധതി എന്നുള്ള ആക്സന്റ് അല്ലല്ലോ, ഒരുന്ധതി എന്നാ വിളിക്കുന്നത്. പിന്നെ പ്രദീപ് വേറെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തു. ദൂരദർശൻ തുടങ്ങിയ സമയമാണ്, അതുകൊണ്ട് അവര് ദൂരദർശനിലും എന്തൊക്കെയോ അവതരിപ്പിക്കാനൊക്കെ അതിന്റെ ഡയറക്ടറെയൊക്കെ കാണുകയും ഒരു ടീമായിട്ട് അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാമ്പത്തിക ലാഭമൊന്നുമില്ല. യാദൃച്ഛികമായിട്ട് അരുന്ധതി എഴുതിയ ഒരു ലേഖനോ സ്കിറ്റോ ഏതാണ്ട് ഒരു പത്രപ്രവർത്തകൻ കണ്ടു. അദ്ദേഹം അത് വായിച്ചിട്ട് ഇത് പ്രസിദ്ധീകരിക്കാമല്ലോ എന്നും പറഞ്ഞ് അത് അരുന്ധതിയുടെ അനുമതിയോടെ പ്രസിദ്ധീകരിക്കുന്നു. അതാണ് ആദ്യമായിട്ട് അരുന്ധതിയുടെ അച്ചടി മഷി പുരണ്ടത്. ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ എന്തോ ഒരു ലേഖനോ സ്കിറ്റോ. പിന്നെ ഇവര് ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഏതോ സിനിമയൊക്കെ വിജയിച്ചു. വിദേശ ചാനലുകളില് 2 എണ്ണത്തിന് എന്തോ അവാർഡ് കിട്ടി. ഇവർക്ക് തന്നെ അത്ഭുതമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പ്രദീപിന്റെ വൈഫിനെ നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ 2 കുട്ടികളുണ്ട്. ആ 2 പെൺകുട്ടികള്. അവർക്ക് എങ്ങനെ സ്നേഹം കൊടുക്കണമെന്ന് അരുന്ധതിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മദർഹുഡ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് അരുന്ധതി പറയുന്നത്. എന്നാലും അരുന്ധതിയും അവരുടെ ഗ്രാൻഡ് പേരൻസും അവരെ നല്ലതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അരുന്ധതിക്ക് തീരെ സമയമില്ലെങ്കിലും. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതുന്നത്. അതില് നമ്മൾ വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, അത് അയ്മനത്തെ ജീവിതത്തിന്റെ, മീനച്ചിലാറിന്റെ, ലാൻഡ് ലോഡ്സിന്റെ, ദളിതരുടെ, രാഷ്ട്രീയക്കാരുടെ ഒക്കെ ഒരു രേഖാചിത്രം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എഴുതി കഴിഞ്ഞ് ആദ്യം ഈ പ്രദീപിനെയാണ് കാണിച്ചത്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞത് ഐ ആം ഗോയിങ് ടു ലൂസ് യു എന്ന്. പിന്നെ അരുന്ധതിക്ക് ആ പുസ്തകത്തിന് കിട്ടിയ അംഗീകാരവും ബുക്കർ പ്രൈസും എല്ലാം ആയപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ നേട്ടം ഉണ്ടായത്. അത് സൂക്ഷിക്കാനല്ല അരുന്ധതി ശ്രമിച്ചത്, അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുത്തു. അച്ഛന് കാറ്ററാക്ട് ഓപ്പറേഷന് ചെയ്യണമെന്ന് പറഞ്ഞു. അത് അച്ഛന് അതിനുള്ള പണം കൊടുത്തപ്പോ അച്ഛൻ അത് കൊണ്ടുപോയി അങ്ങ് വിസ്കിയോ ബ്രാൻഡിയോ ഒക്കെ വാങ്ങിക്കുകയോ ചെയ്ത്. അപ്പൊ പിന്നെ അരുന്ധതി നേരിട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലില് പണം അടച്ച് അച്ഛന്റെ കാറ്ററാക്ട് ഓപ്പറേഷൻ ചെയ്തു. പിന്നെ അച്ഛൻ പറഞ്ഞ ഒരു TV വേണമെനി. പുള്ളി ഒരു ക്രിക്കറ്റ് ഇതിന്റെ എല്ലാം കാണുന്ന ഒരു ഭയങ്കര ഫാനായിരുന്നു. അത് ക്രിക്കറ്റാണോ ഫുട്ബോൾ എന്തോ തോന്നുന്നു. അതിന് പൈസ കൊടുത്താൽ പുള്ളി അതും ഇതുപോലെ ചെയ്യുമെന്ന് വിചാരിച്ച് സ്വന്തം TV കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നുണ്ട്. പിന്നെയും പല സന്ദർഭങ്ങളിലും അച്ഛന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അരുന്ധതി. അച്ഛനെ ഇന്റർവ്യൂ ചെയ്യാനും ആരോ വിളിച്ചു. അപ്പൊ അച്ഛൻ വലിയ തമാശ പോലെ പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വിളിച്ചിരിക്കുന്നു. അപ്പൊ അരുന്ധതി പറഞ്ഞു, മിക്കി ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് യു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്തിനാ എന്നെ മിക്കി എന്ന് വിളിക്കുന്നത്? വൈ ഡോണ്ട് യു കോൾ മീ ബാബ? അപ്പോ ഒരച്ഛന്റെ മനസ്സാണ് അവിടെ തുറക്കപ്പെടുന്നത്. പിന്നെ ഇതില് പൂലൻ ദേവിയെ കുറിച്ച് പരാമർശമുണ്ട്. പൂലൻ ദേവി അരുന്ധതി കാണുന്നുണ്ട് എവിടെയോ വെച്ച്. പിന്നെ നർമ്മദ വാലി, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനച്ചിലാറിനെ പോലെ നർമ്മദയും അരുന്ധതിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ തീരത്തുകൂടി പോകുന്നു. പിന്നെ ആ മൂവ്മെന്റില് ഇതവിടെ വരാതിരിക്കാൻ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ടുള്ള ആ മൂവ്മെന്റില് അരുന്ധതിയും പങ്കെടുത്തു. അതിന്റെ പേരില് ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരികയൊക്കെ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും അതിനെല്ലാം നേരിടുന്ന ഒരു നേച്ചറാണ് അരുന്ധതിക്കും അതുപോലെ തന്നെ അമ്മ മേരി റോയ്ക്കും.
മേരി റോയ് സഹോദരനുമായിട്ടുള്ള പോരാട്ടം അങ്ങ് തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ചേട്ടനാണെങ്കിൽ കളിയാക്കി മാർട്ടെന്നായിരുന്നു ഈ മേരി റോയിയെ വിളിക്കുന്നത്. കാരണം കൊച്ചിലെ മേരി എന്ന് എഴുതാൻ വൈക്ക് ഒരു കുഞ്ഞായിട്ട് എഴുതുമ്പോ ടീ പോലെ തോന്നുമായിരുന്നു. അങ്ങനെ മാർട്ടെന്ന് വിളിച്ച് ആ വിളി 80 വയസ്സിലും മാർട്ടെന്ന് തന്നെയാണ് ഈ ചേട്ടൻ വിളിക്കുന്നത്. അവര് തമ്മിൽ ഭയങ്കര നിയമപരമായ പോരാട്ടമൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ആ സഹോദര ബന്ധം എന്നിട്ടും നിലനിൽക്കുന്നുണ്ടെന്നാണ് അത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത്. മാർട്ടെന്നുള്ള ആ വിളി. പിന്നെ മേരി റോയ് എപ്പോഴും ദേഷ്യപ്പെടുന്ന സ്വഭാവം, ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്, അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ഉള്ള ആ വേദന നമുക്ക് അരുന്ധതിയുടെ വാക്കുകളിലൂടെ വായിക്കാം. അതോടെ അതിൽ കൂടെ അരുന്ധതി കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അരുന്ധതി അനുജനും കുട്ടികളായിരുന്നപ്പോ പ്രാർത്ഥിക്കുന്നത് ഈ അമ്മയുടെ ആസ്മ മാറി കിട്ടണേ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ അവർക്ക് അമ്മയോടുള്ള, ഈ അമ്മ വഴക്ക് പറയുമെങ്കിലും അവർക്ക് അമ്മയോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. അമ്മയ്ക്കും അതുപോലെ തന്നെ. ദേഷ്യപ്പെടുന്നതൊക്കെ ഇവര് ഇപ്പോഴത്തെ പാരന്റിങ് അല്ലല്ലോ പണ്ടത്തെ. ഇതിനകത്തൂടെ വായിക്കുമ്പോ എനിക്ക് ആ സിംഗിൾ പേരന്റിന്റെ സ്ട്രഗിളും ആ കുഞ്ഞുങ്ങളുടെ നിസ്സഹായതയും ഒക്കെയാണ് അനുഭവപ്പെട്ടത്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിൽ പവർ, മേരി റോയുടെ വിൽ പവർ, ഇതിനെല്ലാം നേരിടുന്ന ആ വിൽ പവർ, അരുന്ധതി റോയും അതുപോലെ തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് കലാപം, പിന്നെ നർമ്മദ വാലിയുടെ കാര്യങ്ങള്, പിന്നെ നമ്മുടെ പാർലമെന്റിൽ നടന്ന പ്രശ്നം, അതിലൊക്കെയുള്ള ഇപ്പൊ സമകാലിക പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് ഒരു ഇത് വായിച്ചിട്ട് നമ്മളെല്ലാം അതെല്ലാം അറിഞ്ഞവരാണ്. എന്നാലും അതിന്റെ ഒരു റെക്കോർഡ് പോലെ ഇതിരിക്കും. ഈ കാലഘട്ടത്തില് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലെല്ലാം ശരി തെറ്റുകളെ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് അരുന്ധതി റോയി വേട്ടയാടപ്പെടുന്നത്. മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ പരസ്പരം കൊല്ലുന്നത് എന്നുള്ള ഒരു ആശയമാണ് അരുന്ധതി റോയ്ക്കുള്ളത്. പക്ഷെ അതിന്റെ പേരില് കഴിഞ്ഞ പ്രാവശ്യം ഓമന ടീച്ചറും പറഞ്ഞായിരുന്നല്ലോ, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. അതൊക്കെ അതിന്റെ പേരിൽ ഇത്രയും മനുഷ്യനെ പരസ്പരം കൊല്ലുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ മേരി റോയ് അവസാനം ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കേണ്ടി വന്നത്, ഒരു സൈക്കോസിസിലേക്ക് പോകുന്നത്, അങ്ങനെയുള്ള അവസാന ഭാഗമൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ്. പിന്നെ എല്ലാം ഒന്നും പറയണ്ടല്ലോ, സാറ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് എല്ലാരും വായിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. സാധാരണയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു അസാധാരണമായ ഒരു ലൈഫിൻ്റെ ഏടുകളാണ് സത്യത്തിൽ അരുന്ധതിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവരുടെ അമ്മയുടെ തലത്തിലാണെങ്കിലും അരുന്ധതിയുടെ തലത്തിലാണെങ്കിലും. കാരണം സിംഗിൾ പാരന്റിംഗ് എന്നൊക്കെ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ ഇപ്പം അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾ കമ്പാരിറ്റീവ്ലി പുതിയ ജനറേഷനിലേക്ക് വരുമ്പം കുട്ടികളൊക്കെ അനാഥമായി പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ നല്ലൊരു അറിവായിട്ട്, അല്ലെങ്കിൽ ഒരു അനുഭവത്തിൻ്റെ തിരിച്ചുള്ള, ഇങ്ങനൊരു അനുഭവത്തിലൂടെ കടന്നുപോയവരൊന്നും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും സൃഷ്ടിക്കപ്പെടാൻ ആഗ്രഹിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയൊക്കെ ചില പ്രത്യേകതകൾ. പിന്നെ ജീവിതത്തിൻ്റെ സംഭവങ്ങൾ, ബന്ധങ്ങൾ തമ്മിലുള്ള ഇത്, കാര്യം കേസും വഴക്കും
ഒക്കെ ഉണ്ടെങ്കിൽ പോലും രക്തബന്ധത്തെ രക്തബന്ധമായി കാണാനുള്ള താല്പര്യങ്ങൾ, പിന്നെ വളരെ കാലത്തിന് ശേഷം വീണ്ടും അച്ഛനെ കാണാൻ പോകുന്നു, അച്ഛൻ്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകളും എല്ലാം തീർച്ചയായിട്ടും ഒരു മുഴുനീള ലൈഫിനെ മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല മനോഹരമായ ഒരു അവതരണമായി നമുക്ക് ഈ പുസ്തകത്തെ കാണാം. ഇത് സ്നേഹതമ പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞത് കേട്ടത് വളരെ മനോഹരമാണെങ്കിൽ തീർച്ചയായിട്ടും ബുക്കിൻ്റെ ഓരോ ഭാഗങ്ങളും ചെറിയ ചെറിയ അധ്യായങ്ങളായിട്ട് അത് ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓരോ അധ്യായത്തിലും വിവരിക്കുന്ന വിവരങ്ങൾ അത്ര പ്രാധാന്യമുള്ളതും ശ്രദ്ധയോടെ വായിക്കാവുന്നതും അതിനെ ഒരു പരിധി വരെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്നതും ഒക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു കൃത്യമായ തിരിച്ചറിവിലേക്ക് എത്തിക്കാൻ പറ്റുന്നതൊക്കെ ആണ് എന്നുള്ളതാണ് ശ്രേയത മാമിൻ്റെ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലായത്. സോ താങ്ക് യു മാം, വളരെ മനോഹരമായിരുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇതിൻ്റെ ചർച്ചകളിലേക്ക് പോകാം. ആരെങ്കിലും വായിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് പറയുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. രാജ് സാർ എന്തെങ്കിലും പറയുന്നോ? പറയാം. അതായത് അരുന്ധതി റോയിയുടെ പ്രായം ഏകദേശം നമ്മളുടെ സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഏകദേശം പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അരുന്ധതി റോയി അവിടെ എഴുതിയിടുന്നതായ ചരിത്രം നമ്മുടെ ചരിത്രം തന്നെയാണ്, നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചരിത്രം നമുക്കറിയാമെങ്കിലും മേഡം പറഞ്ഞതുപോലെ അത് കുറിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെയും വായിക്കാൻ ഉള്ള അവസരം ലഭിക്കുന്നു. ചരിത്രത്തെ അവലോകനം ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നു മദർ മേരി എന്നുള്ള പുസ്തകം. തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ചിരിക്കുന്നത് നമുക്കൊക്കെയും ആ കാലഘട്ടത്തിൽ ജീവിച്ച, ആ തലമുറയിൽ ജീവിച്ച നമുക്കൊക്കെയും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കാരണം അവിടെ ഇന്ത്യ പാകിസ്ഥാൻ വാറും അതുപോലെ തന്നെ നർമ്മദ ബച്ചാവോ ഇതും അതിന് മുന്നേ ഉണ്ടായ വ്യക്തിയെ മാഡം പറഞ്ഞില്ല, അവരുടെ പേര് പറഞ്ഞു. അതും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ നടന്ന പല സംഭവങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് അവരുടേതായ വീക്ഷണത്തിൽ കൂടിയായിരിക്കും അവർ എഴുതിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീക്ഷണത്തിൽ കൂടി അത് കാണാൻ സാധിക്കും. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് അവർ പറഞ്ഞത് എന്തിനാ? വെറും മരുഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ കുറേ സ്ഥലത്തിന് വേണ്ടി മാത്രം പടവെട്ടിയിട്ട് ഇത്ര ആൾക്കാരെ ചാകേണ്ട ആവശ്യമുണ്ടോ? അത് വിട്ടുകൊടുത്താൽ പോരെ എന്നുള്ള ചിന്തയാണ്. അല്ലാതെ അത് ദേശസ്നേഹത്തിനെതിരാണെന്നല്ല. അത്രയും കുറച്ച് സ്ഥലത്തിന് വേണ്ടി, അല്ലെങ്കിൽ പറയുന്നതായിട്ട് ഭൂരിപക്ഷ സ്ഥലങ്ങളും മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്, അതുപോലെ തന്നെ ഒട്ടക്കുന്നുകളാണ്. അതിനു വേണ്ടി വെറുതെ ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് ആളുകളെ മരിക്കാനായിട്ട് പട്ടാളക്കാർ മരിക്കുകയും അതുപോലെ സിവിലിയൻസ് മരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. ഈ അവസ്ഥയുടെ ആവശ്യമുണ്ടോ? മനുഷ്യ ജീവനേക്കാൾ വലുതാണോ ഭൂമി എന്ന് പറയുന്നത്, വസ്തു എന്ന് പറയുന്നത്? വസ്തുവും മനുഷ്യ ജീവനേക്കാൾ വലുതല്ല എന്നുള്ള ചിന്താഗതിയാണ്, വിശാലമായ ചിന്താഗതിയാണ് അവർക്കുണ്ടായിരുന്നത്. ഒരുപക്ഷെ നമുക്ക് അത് നമ്മുടെ ദേശീയതയ്ക്കെതിരായിട്ട് തോന്നിയേക്കാം, ദേശസ്നേഹത്തിന് എതിരായിട്ട് തോന്നിയേക്കാം. ഒരു പടി കൂടെ മുന്നോട്ട് ചിന്തിക്കുകയാണ് അവർ ചെയ്യുന്നത്, ഈ പറഞ്ഞ അരുന്ധതി റോയ്. അതുപോലെ മേരി റോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തതായിട്ടുള്ള പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലെ പിന്തുടർച്ചാവകാശ നിയമം. അതെന്താണെന്ന് ചോദിച്ചാൽ പുരുഷന് ലഭിക്കുന്നതിൻ്റെ 1/4 അല്ലെങ്കിൽ 5000 രൂപ ഏതാണ് ചെറുത്, അതാണ് സ്ത്രീക്കുള്ളതായ അവകാശം. അപ്പോൾ മാക്സിമം 5000 രൂപയെ കിട്ടത്തില്ല. എത്ര വലിയ സമ്പത്താണെങ്കിലും 1/4 കിട്ടത്തില്ല. 5000 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. അത് വളരെ കൊടിയ അനീതിയായിരുന്നു. അനീതിക്കെതിരെ പോരാടാനുമായിട്ട് മേരി റോയ് വളരെയധികം പരിശ്രമിച്ചു, വളരെയധികം ഫൈറ്റ് ചെയ്തു. അവസാനം അത് നേടിയെടുത്തു. പിൻകാല പ്രാബല്യത്തോടുകൂടിയാണ് നേടിയെടുത്തത്. നമ്മുടെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭവനങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്നതായിട്ടുള്ള നീതിക്കെതിരെ പോരാടുകയും അത് വിജയത്തിലെത്തിക്കുകയും ചെയ്തതായ ഒരു വ്യക്തിയാണ് മേരി റോയ്. ഈ 2 വ്യക്തികളെ, മേരി റോയ്, അരുന്ധതി റോയും, അവരൊരുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ്, അല്ലെങ്കിൽ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നതായ വ്യക്തികളാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വലിയ ഉന്നതമായ ചിന്തകൾ അവർ കൊണ്ടുവന്നപ്പോൾ അത് മേരി റോയുടെ സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. കാലഘട്ടത്തിന് ഒരു പടി മുന്നേ നടന്നതായ വ്യക്തിയാണ് മേരി റോയും അതുപോലെ അരുന്ധതി റോയും. തീർച്ചയായിട്ടും ഈ മദർ മേരി എന്നുള്ള അവരുടെ ഈ ആത്മകഥാപരമായിട്ടുള്ള ഈ പുസ്തകം, ആത്മകഥയെന്ന് പറയാൻ പറ്റത്തില്ല, ചേർന്ന് നിൽക്കുന്ന ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. മാത്രമല്ല നമുക്ക് വളരെയധികം മോട്ടിവേഷനും അല്ലെങ്കിൽ
അങ്ങനെയുള്ളതായ ചിന്തകൾക്ക് ഉണ്ടാവും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഇത് ഇവിടെ അവതരിപ്പിച്ചതായിട്ടുള്ള മാഡത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ബാക്ക് ടു സാബു സാർ. തീർച്ചയായിട്ടും വളരെ താങ്ക് യു സാർ. പച്ചയായി എഴുതുമ്പം താങ്ക് യു സാർ. ജീവിത വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളതിന് മൂടി വെച്ചിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ പ്രസൻറ്റേഷൻ്റെ ഒരു പ്രത്യേകത തന്നെയായിരിക്കും. അമർജ്യോതി മാം പറയും. അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ആകുന്നില്ല. കേൾക്കുന്നില്ല. അഡ്മിറ്റ് ആകുന്നില്ലേ? വന്നു. യെസ്. താങ്ക് യു സാബു സാർ. താങ്ക് യു സ്നേഹലത മാം. അതായത് സാറ് പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു സ്റ്റോറി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്ക് വായിക്കൂല. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സാർ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിന്റെ സാറ് നല്ല സ്റ്റോറീസ് ഒക്കെ എല്ലാ ഇംഗ്ലീഷിലെ ബുക്കും മാക്ബത്തും ജൂലിയസ് സീസർ എല്ലാം ഇങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് പറയും, ബാക്കി നിങ്ങൾ വായിച്ചോളൂ. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് ആർട്സ് കോളേജിലാണ് പഠിച്ചത്, കോഴിക്കോട് മീഞ്ചന്ത. ചെന്നപ്പോ ഞാൻ എല്ലാ ബുക്കും സാറ് പറഞ്ഞ ബുക്കുകളൊക്കെ പരതായിരുന്നു. എന്നിട്ട് അങ്ങനെയാണ് വായിക്കാൻ തുടങ്ങിയത്. അത് നല്ലതാ ശരിക്കും പറഞ്ഞത്. പിന്നെ ഈ മാം, ഈ നമ്മൾ അരുന്ധതി റോയ് മാമിനെ നമുക്കൊന്നും എന്താ പറയുക വിശകലനം ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സണാലിറ്റിയാണ്. അത്രയും ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. പിന്നെ ഈ എഴുത്തുകാർക്കൊക്കെ നമ്മളെ പോലെയല്ല, അവരെ മനസ്സിൽ ഓരോ മുറിവുകൾ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കിടക്കും. നമ്മളൊക്കെ സാധാരണ ആൾക്കാർ മുറിവുകൾ ഇട്ടാൽ അത് ഉണങ്ങി പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർക്കയില്ല. അതാണ് അവരെ അയ്മനത്തെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ശരിക്കും വായിച്ച് നമ്മൾ അവിടുത്തെ ഒരു അംഗമായി മാറും. അത് അവരെ എഴുത്തിന്റെ ഭയങ്കര കഴിവ് തന്നെയാണ്. അതിൽ സമ്മതിച്ചേ മതിയാവും. അതായത് നമുക്കത് ദഹിക്കൂല, നമ്മളെ സാധാരണ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് ദഹിക്കൂല. അവർക്ക് അതായിരിക്കും. അവരെ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയ അമ്മയാണ്, ടീച്ചറുമാണ്. അപ്പോൾ ഒരമ്മ ടീച്ചർ വീട്ടിലുണ്ടായപ്പോൾ ആ ഒരു എഴുത്തുകാരി എന്ന ഭയങ്കര ഇമോഷണലായിട്ട് വളരെ ഡെലിക്കേറ്റ് പേഴ്സണാലിറ്റീനെ എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും നമുക്ക് ഭാവനയെ കാണാം. അതായിരിക്കണം അവരത്രയും വേദനിപ്പിച്ചത്. നമുക്കത് തോന്നൂല, നമ്മളതൊക്കെ നിസ്സാരമായിട്ട് എടുക്കും. പക്ഷെ അവർക്ക് അത് പറ്റിയിട്ടുണ്ടാവൂല. അതായിരിക്കണം അമ്മേനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കാം. പിന്നെ ഒരു സിംഗിൾ പാരന്റിങ്, മേരി റോയ് എന്നെ എത്ര സാഹസം സഹിച്ചിട്ടുണ്ടാവും. ഒരു സിംഗിൾ പാരന്റിങ്ങിലൂടെ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും പോക്കിരികളായ അരുന്ധതി റോയിനെയോ ബ്രദറെ ഒക്കെ വളർത്താൻ അവരെത്ര സാഹസം സഹിച്ചിട്ടുണ്ടാവും. നമുക്കൊന്ന് ഭാവനയെ കാണാൻ പറ്റുമല്ലോ. അമ്മയ്ക്ക് അത്രയും മനസ്സിലായിട്ടുണ്ടാവും. അതാണ് അമ്മ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. ഇല്ലേ, എന്തായാലും വായിക്കണം നമുക്ക്. ഒരു സിംഗിൾ പാരന്റിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും മക്കൾക്കുണ്ടാകണമെന്നില്ല. മക്കൾക്കും മറ്റൊരു രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. ഭർത്താവിനെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞാലും മക്കൾക്ക് അച്ഛനെ കാണുന്നതിന് പ്രശ്നമില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഡൈവേഴ്സിറ്റി ഒക്കെ ഇതിനകത്ത് വരും. അതാണ് അസാധാരണമായ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിന്റെ ഒരു രീതിയിലല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒത്തിരി ഫൈൻഡിങ്സ് അതിൻ്റെ അകത്ത് വരും. റോയ് സാർ, നമ്മളെ വിശകലനം ചെയ്യാൻ നമുക്ക് പറ്റൂല, നമ്മൾ പരാജയപ്പെടും. ബുക്കർ പ്രൈസ് വാങ്ങിയ അരുന്ധതി റോയിയുടെ ആദ്യ എഴുത്തുകാരി എന്ന നിലയിൽ ആദ്യം അറിഞ്ഞ കാര്യങ്ങൾ മുതൽ അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി എടുത്ത കാര്യങ്ങൾ ഒക്കെയാണ് ഇന്ന് സ്നേഹലതമായ ഇവിടെ വിവരിച്ചത്. ഏതായാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആണ് അവർ കഴിഞ്ഞത് എന്നും അതെല്ലാം വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയ ഭാഗങ്ങളും എല്ലാം മറ്റുള്ളവർക്കും ഒരു പ്രോത്സാഹനമായി തോന്നുന്ന രീതിയിലാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആദ്യമായി സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയത്, അതിനെക്കുറിച്ച് എഴുതിയതാണ് ആദ്യമായി ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതെന്നും അങ്ങനെ പിന്നെ അച്ഛനും ആയിട്ട് വേർപെട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യം അമ്മയെ കുറ്റപ്പെടുത്തേണ്ട അവസരം ഉണ്ടായിരുന്നു എങ്കിലും അത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള അവസരം. കാരണം ബുക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛന് കണ്ണോപ്പറേഷന് വേണ്ടി കൊടുത്ത കാശ് അച്ഛൻ വേറെ രീതിയിൽ വിനിയോഗിച്ചു. അപ്പൊ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇങ്ങനെ ഒരു വേർപാടിന് ഡൈവേഴ്സിനൊക്കെ സാഹചര്യം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒത്തിരി പ്രകൃതി സ്നേഹവും ജയിലിൽ കിടന്ന വിവരങ്ങളും എല്ലാം
ആ, മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ അമ്മയുടെ അമ്മയുടെ ആസ്മ മാറാൻ വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥനകളെല്ലാം എന്ന് പറയുന്നത്. എല്ലാത്തിനും താങ്ങായി നിന്ന അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും അമ്മയെ വീണ്ടും വീണ്ടും ആരോഗ്യവതിയാക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നും എല്ലാം വളരെ ഭംഗിയായി ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് വായിക്കാനുള്ള ഒരു പ്രേരണ കൂടി സ്നേഹലത മാഡം ഇതിനകത്തുനിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എനിവേ വളരെയധികം എൻജോയബിൾ ആയിട്ട് തന്നെ അത് അവതരിപ്പിക്കാനും കഴിയും. ഓക്കെ, താങ്ക് യു. ഇത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. നാളെ നമുക്ക് ഗാന്ധി ജയന്തിയാണ്. അത് തന്നെയല്ല, നമ്മുടെ ദിവസം അനുസരിച്ച് അത് ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ സമഗ്ര ആരോഗ്യത്തിൻ്റെ തലവും കൂടിയാണ്. അപ്പോൾ നാളത്തെ ചിന്ത നമ്മൾ ഗാന്ധിയൻ തത്വങ്ങളും മാനസികാരോഗ്യവും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഗാന്ധിയൻ തത്വം എന്ന് പറയുമ്പോൾ സത്യം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മാനസികമായ ക്ഷതമൊന്നും വെക്കേണ്ട കാര്യമില്ല ബേസിക്കലി, അല്ലേ? അതുപോലെ തന്നെ അഹിംസ, അതുപോലെ തന്നെ ബ്രഹ്മചര്യം, ഇങ്ങനെയുള്ള കുറേ മൂല്യങ്ങൾ കൃത്യമായിട്ട് ഗാന്ധിജി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ലനൻ സാർ അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലനൻ സാർ കേൾക്കാമോ? നമുക്ക് എല്ലാവർക്കും കൂടെ അത് ഷെയർ ചെയ്യുകയും ചെയ്യും. സാർ, ഞാൻ ഈ ഇതിനെ കുറിച്ചല്ലേ പറയണ്ട? അതെ ഇതിനെക്കുറിച്ച്. ഓക്കെ. സ്നേഹലത മാം കൈകൂപ്പുന്നു. താങ്ക് യു സർ. എനിക്കിപ്പോ ഈയിടെയായിട്ട് എൻ്റെ നെറ്റ് ഞാൻ തമ്മിൽ ഭയങ്കര ഉടക്കിലാണ്. അതുകൊണ്ടാണ് ഞാനിത് ഓൺ ചെയ്യാത്ത. എൻ്റെ വീഡിയോ ഓൺ ചെയ്താൽ ഉടനെ തന്നെ ഇതങ്ങ് പോകും. എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റില്ല. അരുന്ധതി റോയ് എന്ന ആ മഹത് വ്യക്തി മനുഷ്യസ്നേഹിയും പ്രകൃതി സ്നേഹിയുമായിരുന്നു. നർമ്മദാ ബചാവോ, ആ ഒരൊറ്റ ബചാവോ പ്രസ്ഥാനത്തിലൂടെയാണ് ലോകത്തിൻ്റെ കണ്ണിലേക്ക് അവർ കയറി വന്നത്. പ്രകൃതിയോടുള്ള അകമൊഴിഞ്ഞ സ്നേഹം. രണ്ടാമത്തെ കാര്യം, അവരുടെ സ്വന്തം ജീവിതത്തിൽ തീച്ചൂളയിൽ കിടന്നാണ് അവർ പുറത്തേക്ക് വന്നത്. അഗ്നിയിൽ ചുട്ടെടുത്ത അവർക്ക് മറ്റെവിടെയും ഇനി വേവാനില്ല. സ്വന്തം അഭിപ്രായങ്ങള് ആരെതിർക്കുന്നുവോ അവരിൽ നിന്ന് അവരെ എതിർക്കാതെ വിട്ടുപോകുന്നു, സ്വന്തം നിലയിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്നു. അതാണ് അവരുടെ ജീവിതശൈലിയിലെ 3 ഭാഗങ്ങളിലും നമ്മൾ കണ്ടത്. ഉപേക്ഷിക്കുന്നവരെ വെറുത്തിട്ടല്ല ഉപേക്ഷിക്കുന്നത്, എനിക്ക് ആ പാതയിലൂടെ പോകാൻ പറ്റില്ല, അവർ മാറി നടക്കുന്നു. അമ്മയെ സഹായിക്കേണ്ട സമയത്ത് അവർ തിരിച്ചു വരുന്നു അമ്മയോടൊപ്പം ചേരാൻ. ചെറുപ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെടുകയും പിന്നീട് അച്ഛനെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനവും അതുപോലെ തന്നെ സഹായഹസ്തവും നീട്ടാൻ ഒരു മടിയും അവർ കാണിച്ചില്ല. അപ്പോൾ മനുഷ്യസ്നേഹിയാണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ സഹോദരനെ തിരിച്ചു കിട്ടുമ്പോഴും അവർ അതേ തത്വത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. നമുക്കൊത്തിരി നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നൊരു ചിന്ത ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. മാം പറഞ്ഞു, സൈക്കോസിസ് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് പോലും അവർ കടന്നുകൂടി, അതിനപ്പുറത്തേക്ക് അവർ വന്നു. അത് അവരുടെ ഇച്ഛാശക്തിയാണ്. അവരുടെ എഴുത്തിൽ കണ്ടതും അത് തന്നെയാണ്, സ്വന്തം ഇച്ഛാശക്തി. അങ്ങനെ ലോകം അറിയുന്ന ഒരു ഇന്ത്യൻ വനിതയായി മാറി. അവർക്ക് നമ്മുടെ ആദരമർപ്പിക്കാം. താങ്ക് യു സ്നേഹിത മാം. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ, ഇനി വേറെ ആരാ പറയാനുള്ളത്? രമാദേവി മാം, ജോർജ് ഫിലിപ്പ്, മാത്യു തോമസ്, എല്ലാവരും ഉണ്ടല്ലോ. ആരെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ബുക്ക് വായിച്ച് അതിൻ്റെ കണ്ടൻറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ അവസരം കൂടെയുണ്ട്. ജീവിതത്തിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാം. സ്നേഹിതമാ, ഒന്ന് പറഞ്ഞ് നിർത്തും.
ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ 5 അഡ്വക്കേറ്റ്സ് പത്തനംതിട്ടയിലുള്ളവര് ഇതിന് ഈ ബുക്ക് എന്താ സോക്രട്ടീസിന്റെ കാര്യം പറഞ്ഞാല് യുവാക്കളെ വഴിതെറ്റിക്കുമെന്നും പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ട് അതിന്റെ പുറകെയും അരുന്ധതി റോയി ഒത്തിരി പ്രാവശ്യം കോടതിയിൽ ഹാജരാകേണ്ടി വരികയൊക്കെ ചെയ്തു. അത് ഓരോ പ്രാവശ്യവും ജഡ്ജി മാറ്റി വെക്കും. മാറ്റി വെച്ച് ആ ജഡ്ജിമാര് തന്നെ മാറി. എന്നിട്ട് അവസാനം കേസ് അങ്ങ് തള്ളുകയാണ് ചെയ്തത്. എന്തോ അതിൽ മോശം പരാമർശങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും നല്ല ഒരു റൈറ്റിങ്ങിനെ അങ്ങനെ ദ്രോഹിക്കാൻ ഈ 5 അഡ്വക്കേറ്റുമാർക്കും തോന്നിയല്ലോ എന്താണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ ഇത്രയും പ്രസിദ്ധി വന്നു കഴിഞ്ഞിട്ടും അതിനെതിരെ അവരിങ്ങനെ നടക്കുകയായിരുന്നു. പത്തനംതിട്ടയിലെ 5 അഡ്വക്കേറ്റ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിലുള്ള നല്ല കാര്യങ്ങൾ എത്രയോ അധികം കിടക്കുന്നത് കാണാതെ എന്തോ ഒരു ചെറിയ പരാമർശത്തിന് നമുക്ക് അതിനകത്തുനിന്ന് കുന്നോളം നല്ല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉള്ള എന്തെങ്കിലുമൊക്കെ കൊച്ചു കാര്യങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ തുറന്നു പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത്രയും നല്ല ഒരു എഴുത്തുകാരി നമ്മുടെ ഈ കോട്ടയത്ത് നിന്നുണ്ടായതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. തീർച്ചയായും. താങ്ക് യു മാം. അപ്പോൾ ഇനി അടുത്ത ആഴ്ച നമുക്ക് വിദ്യാഭ്യാസമുള്ള ജില്ല, പക്ഷേ അധികം ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളതാണ്. വിദ്യാഭ്യാസം അതിൻ്റെ ഒരു ശരിയായ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. സോ താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ബുക്ക് വായിക്കാനുള്ള ഒരു നല്ല താല്പര്യം ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു നറേഷനായിരുന്നു. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. സോ സ്നേഹിത മാം, അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു ബുക്കുമായിട്ട്, അടുത്ത ബുധനാഴ്ച നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ്സാണ്. അതിനുശേഷം നമുക്ക് പുതിയ ബുക്കുകളായിട്ട് വരും. ഓക്കെ. ഉലകൻ സാറിന് കേൾക്കാമല്ലോ അല്ലേ?